ഹൃദയപൂർവ്വം സിനിമ കണ്ടായിരുന്നോ? കണ്ടിരുന്നു. എങ്ങനെയുണ്ട് സിനിമ? വളരെ നല്ല സിനിമയായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ഒരു മോഹൻലാൽ ഹാർഡ്കോർ ഫാനാണ്. വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. നല്ലൊരു കുടുംബചിത്രം. ഇതിൽ കോമഡികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡ് നിലവാരമുള്ള കോമഡി തന്നെയായിരുന്നു. ഈ സത്യനന്ദിക്കാട് മോഹൻലാൽ കോമ്പിനേഷൻ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഇതാണ്. അപ്പം പണ്ടത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ഈ സിനിമ? അന്നത്തെ സിനിമയുടെ അതേ നിലവാരം തന്നെയാണ് ഇപ്പോഴും. അതേപോലെ തന്നെയുള്ള സന്തോഷം തരുന്ന ഒരു ചിത്രമായിരുന്നു. ഇപ്പം മോഹൻലാലിൻ്റെ ഹാർഡ് കോർ ഫാനാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തുടരുമെന്ന ചിത്രം കണ്ടിരുന്നോ? ഓക്കെ. ഈ കമ്പാരിസൺ അല്ല, ആ രണ്ട് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഫീല്? രണ്ടും രണ്ട് രീതിയിലുള്ള സിനിമകളാണ്. കാരണം തുടരുന്നൊരു വമ്പൻ ഹിറ്റിന് ശേഷം ഈ ഒരു സിനിമ വരുമ്പോൾ അതേപോലെ തന്നെയുള്ള ഹിറ്റ് തന്നെ ആയിരിക്കും. അപ്പം എങ്ങനെയാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്, ഒരു ഫാനാണല്ലോ അതുകൊണ്ട് തന്നെ ചോദിക്കാണ്, എങ്ങനെയാണെന്ന് പടത്തിനെ കുറിച്ചുള്ള? സത്യനന്ദിക്കാട് സിനിമകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അന്നത്തെ പഴയ സത്യനന്ദിക്കാടിൻ്റെ സിനിമയുടെ അതേ റേഞ്ചിൽ തന്നെ വരുന്ന വളരെ നല്ലൊരു കുടുംബചിത്രം. അപ്പോൾ ലാലേട്ടൻ്റെ പെർഫോമൻസ്, അതായത് ലാലേട്ടൻ്റെ പെർഫോമൻസ് ചോദിക്കേണ്ട കാര്യമല്ല, എന്നാലും നമ്മൾ ചോദിക്കുകയാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്, എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയിൽ? അതിഗംഭീരം. പഴയ ലാലേട്ടൻ തിരിച്ചു വന്നു എന്നാണോ? തീർച്ചയായിട്ടും. പഴയ ലാലേട്ടന് അത്രയും നല്ല കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ അദ്ദേഹം ഒന്നും പോയിട്ടില്ല, അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് നല്ല സിനിമകൾ കൊടുക്കുന്ന സംവിധായകരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സുമാണ് ശ്രദ്ധിക്കേണ്ടത്. അവരാണ് നല്ല സിനിമകൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അദ്ദേഹത്തിന് ആക്ടിങ് അല്ലേ പറ്റുള്ളൂ. അദ്ദേഹത്തിനുള്ള ആക്ടറിൻ്റെ എല്ലാ നല്ല കഴിവുകളും വീണ്ടും വീണ്ടും പഴയ പോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സംവിധായകരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സുമാണ് ശ്രമിക്കുന്നത്. നല്ല സിനിമ വന്നാൽ അദ്ദേഹം ഇതുപോലെ തന്നെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ തുടർച്ചയായിട്ടുള്ള വിജയമാണ് ഇപ്പോൾ മോഹൻലാലിന് 3 സിനിമ. ആയിരിക്കട്ടെ. ഹാപ്പിയാണ് വളരെയധികം. പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള സിനിമകളെക്കുറിച്ചും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സിനിമകളെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? കുറച്ച് നാൾ മുമ്പ് കുറച്ച് എന്താ പറയുക, അതിഭാവുകത്വമുള്ള സിനിമകളൊക്കെ ആയിരുന്നു. അതൊരു നമുക്ക് ഒരു ലെവൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ആളുകൾ മടുത്തു പോകും. കുടുംബചിത്രങ്ങൾ നല്ല സ്റ്റോറി, നല്ല അർത്ഥമുള്ള കഥകൾ, അത് തന്നെയാണ് എപ്പോഴും നല്ലത്. അത് ആളുകൾ മടുക്കുകയില്ല. ഇത് 100 കോടി അടിക്കുമോ? തീർച്ചയായിട്ടും. 100 അല്ല, 200 കോടി 300 കോടി അടിക്കും. എന്തായാലും 50 കോടി കടന്നിരിക്കുകയാണെന്ന്. അപ്പം സിനിമ എങ്ങനെയാണ്, ഫാമിലി ആയിട്ടാണോ കണ്ടത്? ഫാമിലി ആയിട്ടാണ്. കുടുംബചിത്രമാണ്. എല്ലാവരും തന്നെ ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ പറ്റിയ 100% ഉറപ്പുള്ള സിനിമയാണ്. താങ്ക് യു.